നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. കാണാമറയത്തെ ക്രൂരമുഖം. ജിഷയുടെ കൊലയാളി അമിയുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് നാളെ നടന്നേക്കും. പരേഡിന് കുന്നുപുറം മജിസ്ട്രേറ്റ് കോടതി നൽകിയ അനുമതി പത്രം പോലീസ് കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചു. തിരിച്ചറിയൽ പരേഡിൽ പ്രതിക്കൊപ്പം മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളെയും പങ്കെടുപ്പിക്കും. അതേസമയം അമിയുൽ പിടിയിലായിട്ടും പോലീസിനെ വട്ടം കറക്കി കേസിലെ ദുരൂഹതകൾ ബാക്കി. ജിഷയും അമിയുൽ ഇസ്ലാമുമായുള്ള സൗഹൃദം സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത. താനും ജിഷയും പ്രണയബദ്ധരായിരുന്നു എന്ന് പ്രതി കോടതിയിൽ പറഞ്ഞതായി വിഭാഷി ലിപ്റ്റനും പച്ചക്കള്ളമെന്ന് ജിഷയുടെ അമ്മ രാജേശ്വരിയും. അമിയുൽ അറസ്റ്റിലാകുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ കൊലയ്ക്കുപയോഗിച്ച കത്തിയും അന്ന് ധരിച്ച വസ്ത്രങ്ങളും ലോഡ്ജിൽ നിന്ന് കണ്ടെത്തിയതായി സൂചന. പെരുമ്പാവൂരിലെ ലോഡ്ജിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിയ ചെറിയ കത്തി കൃത്യം നടത്താൻ പ്രതി ഉപയോഗിച്ച ആയുധമല്ലെന്ന് ഫോറൻസിക് വിദഗ്ധർ. നടപടിയിലെ നീതികേട്. കുട്ടിമാക്കൂൽ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി VM സുധീരൻ. വിഷയത്തിൽ പിണറായിയുടെ സമീപനം വിചിത്രവും അത്ഭുതകരവും. എന്തിനും CPM പ്രവർത്തകരെ ന്യായീകരിക്കുന്ന മുഖ്യന്റെ നിലപാട് ശരിയല്ല. സംഭവത്തിൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റിയെന്നും KPCC അധ്യക്ഷൻ. യുവതികളെ റിമാൻഡ് ചെയ്ത കണ്ണൂർ മജിസ്ട്രേറ്റിന്റെ നടപടി ദുരൂഹം. കോടതിയിൽ നിന്ന് പോലും നീതി നിഷേധിക്കപ്പെട്ടു. ഭീകരരെ നേരിടുന്നത് പോലെയാണ് യുവതികളെ പോലീസ് കൈകാര്യം ചെയ്തത്. CPM കെട്ടിച്ചമച്ച പരാതിയിൽ കേന്ദ്ര നേതൃത്വം മറുപടി പറയണം. വിഷയത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും സുധീരൻ. രഘുരാമന് പകരമാര്. രാജ്യത്തിന് പുതിയ ഖജനാവ് കാവൽക്കാരനെ തിരഞ്ഞ് കേന്ദ്ര സർക്കാർ. സ്ഥാനമൊഴിയുന്ന റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജന് പകരം ആരെന്ന ചോദ്യവുമായി സാമ്പത്തിക വ്യാവസായിക ലോകം. RBI ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടി വരുന്നവരുടെ പട്ടിക മോദി സർക്കാർ തയ്യാറാക്കിയതായി റിപ്പോർട്ട്. രണ്ടാം വട്ടവും തുടരാനില്ലെന്ന് അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് രഘുറാം രാജൻ പ്രഖ്യാപിച്ചത് ഇന്നലെ. ഷിക്കാഗോ സർവകലാശാലയിലെ അധ്യാപന വൃത്തിയിലേക്ക് മടങ്ങാനാണ് താൽപര്യമെന്നും രാജൻ. സെപ്റ്റംബർ 4-നാണ് റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനത്ത് രഘുറാം രാജന്റെ കാലാവധി പൂർത്തിയാവുക. അതേസമയം രാജന് പകരം RBI ഡെപ്യൂട്ടി ഗവർണർ ഊർജിത് പട്ടേൽ, മുൻ ഡെപ്യൂട്ടി ഗവർണർ രാകേഷ് മോഹൻ, ധനകാര്യ കമ്മീഷൻ മുൻ അധ്യക്ഷൻ വിജയ് കോൽക്കർ, SBI ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായ അരുന്ധതി ഭട്ടാചാര്യ എന്നിവരുടെ പേര് സജീവ പരിഗണനയിലെന്ന് സൂചന. ഫലൂജയിലെ വിജയഫലം. മാസങ്ങൾ നീണ്ട പോരാട്ടത്തിന് അന്ത്യം. ഫലൂജ നഗരം ISൽ നിന്ന് തിരിച്ചുപിടിച്ചതായി ഇറാഖി സേന. കാര്യമായ വെല്ലുവിളികൾ ഉയർത്താതെയായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കീഴടങ്ങലെന്ന് പ്രധാനമന്ത്രി ഹൈദർ അൽ അബാദി. ആഹ്ലാദ സൂചകമായി സർക്കാർ കെട്ടിടത്തിന് മുകളിൽ സൈന്യം പതാക ഉയർത്തി. സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. മേഖലയിൽ പോരാട്ടം കനത്തതോടെ 10,000-ഓളം പേർ പലായനം ചെയ്തതായും റിപ്പോർട്ട്. നഗരത്തിൽ IS 1,00,000-ലധികം പേരെ ബന്ദികളാക്കിയതായി ഐക്യരാഷ്ട്ര സംഘടന. ഇറാഖിലെ തന്ത്രപ്രധാന നഗരമായ ഫലൂജ ഇസ്ലാമിക് സ്റ്റേറ്റ് പിടിച്ചെടുത്തത് 2014-ൽ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,760 രൂപ, പവൻ 22,080 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.